ഹലോ, മൈ നെയിം ഈസ് ഫഹീം. അപ്പോൾ ഇന്ന് വന്നത് എങ്ങനെ നെഗറ്റീവ് മാർക്സ് ഒക്കെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് പറയാനാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഉപയോഗിച്ച ട്രിക്സ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇങ്ങനെ ഒരു നോട്ട് പാഡ് ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ എന്തുകൊണ്ട് ഞാൻ തെറ്റുന്നു അതൊക്കെ ഞാൻ പക്കായിട്ട് എഴുതി വെച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ കൂടെ തന്നെ ഇങ്ങനെ എക്സാമുകളുടെ മുന്നേ എക്സാമുകൾക്ക് കയറുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ആ നോട്ട് പാഡ് ഒന്ന് റീഡ് ചെയ്യും. ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ എഴുതി വെച്ചത് ഇങ്ങനെ എന്തുകൊണ്ട് ഞാൻ തെറ്റുന്നത് പോയിന്റ്സ് ആയിട്ട് ഞാൻ ഇങ്ങനെ റീഡ് ചെയ്തിട്ട് ഞാൻ എക്സാമുകൾക്ക് കയറുക. കാരണം കുറേ മണ്ടത്തരങ്ങൾ നമുക്ക് എക്സാമുകളിൽ പറ്റാറുണ്ട്. പ്രത്യേകിച്ച് സിമ്പിൾ എക്സാം ഒക്കെ വരികയാണെങ്കിൽ പക്ക ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിയാൽ തന്നെ പല കോളേജുകളും നമുക്ക് മാറി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ചെയ്യുമ്പോൾ റെഡി ആവണമെന്നില്ല. നമ്മൾ ലാസ്റ്റ് നീറ്റ് എക്സാം ഒക്കെ ആകുമ്പോഴത്തേന് എന്തെന്നാലും റെഡി ആക്കുക എന്നുള്ള അർത്ഥത്തിൽ വേണം നമ്മൾ ചെയ്യാൻ. ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് നമുക്ക് എന്താണ് അതിൽ ചോദിച്ചിരിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവണം. അവരെന്താണ് ഉദ്ദേശിച്ചത് കറക്റ്റായിട്ട് മനസ്സിലാവണം. നമ്മൾ ചിലപ്പോൾ കറക്റ്റ് ഒക്കെ അത് എപ്പോഴും മാറുന്ന സംഭവമാണ്. കറക്റ്റ് ഓപ്ഷനിൽ എന്തെന്നാലും ആ ഒരു സംഭവം ഉണ്ടാവും. ഇൻകറക്റ്റ് എന്നുള്ള ഒരു സംഭവം ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ കറക്റ്റിന്റെ ഉത്തരം ഉണ്ടാവും, ഇൻകറക്റ്റിന്റെ ഉത്തരം എന്തെന്നാലും ആ ഓപ്ഷൻ ഉണ്ടാവും, ഉറപ്പാണ്. പിന്നെ നോട്ട് ഇൻകറക്റ്റ് വരിക, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇൻകറക്റ്റ് അത് നോട്ട് ഇൻകറക്റ്റ് പറയുമ്പോൾ കറക്റ്റാണ് ഉത്തരം ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്, അതൊക്കെ നമുക്ക് മനസ്സിലാവണം. നമ്മളൊക്കെ പലവട്ടം തെറ്റിക്കുന്ന സംഭവമാണ്. പിന്നെ ലാസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ വായിച്ചിങ്ങനെ തോന്നുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത ഇങ്ങനെ കണ്ടുപിടിച്ച് ആൻസറിൽ എത്തുമ്പോൾ നമ്മൾ കുത്തി കഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ കീ ഒക്കെ കിട്ടിയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴേക്കാരം ലാസ്റ്റ് ഇങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പറഞ്ഞിട്ടൊക്കെ തന്നിട്ടുണ്ടാവും. നമുക്ക് ചിലപ്പം കിട്ടിയത് ഫോഴ്സ് ആയിരിക്കും, പക്ഷേ ക്വസ്റ്റ്യനിലുള്ളത് ഒരു ഉദ്ദേശിച്ചത് മൊമെന്റ് ആയിരിക്കും ഓരോ ഉത്തരത്തില്. ശരിയാണ് ഒരു ചോദിച്ചത്. നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് രണ്ടാമതൊന്നും പാടി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അതൊക്കെ എന്തായാലും ട്രൈ ചെയ്യണം. ക്വസ്റ്റ്യൻ പക്കായിട്ട് വായിക്കണം. അവരെന്താണ് ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാവണം. അല്ലാതെ നമ്മൾ അത് ഓൽക്ക് ഉത്തരം കിട്ടുന്നത് നമ്മൾ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഓൽക്ക് കിട്ടുന്നുള്ളൂ. നമ്മൾ എന്താണ് അതിൽ ചിന്തിച്ചത്, നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല ഒന്നും ഒരു കെയറേ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്തായാലും കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, അതിനുള്ള ഉത്തരം ഇതാ എന്നുള്ള ആദ്യം ശ്രദ്ധിക്കുക. പിന്നെ പറയാനുള്ളത് OMR ഫില്ലിംഗ് ആണ്. ഞാൻ പലവട്ടം മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ പറഞ്ഞാൽ കൂടെ തന്നെ OMR ഫില്ല് ചെയ്ത് പോണ ടൈപ്പാണ്. പക്ഷെ 99% ആൾക്കാരും അങ്ങനെയല്ല. ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ വെച്ച് ഫില്ല് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഭയങ്കര റിസ്ക് ആണ്. സത്യം പറഞ്ഞാൽ ലാസ്റ്റൊക്കെ ചിലപ്പോൾ നമുക്ക് OMR ഫില്ല് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ചിലപ്പോൾ ഒന്ന് നമ്മൾ വിട്ടിട്ട് ബാക്കിയുള്ളൊക്കെ എഴുതുമ്പോൾ ഒരു 10 രൂപ അടുപ്പിച്ച് മാറി കുത്തിയതിനു ശേഷം ചിലപ്പോൾ നമുക്ക് മനസ്സിലാവുക ഇത് തെറ്റിപ്പോയല്ലോ, 20 തെറ്റിപ്പോയി. പിന്നെ ഒന്നും ചെയ്യാനില്ല അവിടെ. നമ്മൾ OMR ഫില്ല് ചെയ്ത് മായ്ക്കുക അങ്ങനത്തെ സെറ്റപ്പുകളൊന്നും നീറ്റ് എക്സാമിന് ഒരിക്കലും നടക്കില്ല. ചിലപ്പോൾ അവിടുത്തെ മോഡൽ എക്സാമിന് നടക്കുമായിരിക്കും, പക്ഷെ അത് ട്രൈ ചെയ്ത് ഒരിക്കലും. ഞാൻ പറയാം അപ്പം തന്നെ കൂടെ തന്നെ OMR ഫില്ല് ചെയ്ത് പോകണം നല്ലതെന്നാണ്. അത് അധികം ടീച്ചർമാരും പറയുന്നതാണ്. പക്ഷെ അധികം ആൾക്കാരും ട്രൈ ചെയ്യാറില്ല. നമ്മൾ എന്തായാലും തുടങ്ങുകയാണെങ്കിൽ OMR ഫില്ല് ചെയ്ത് പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ എന്തായാലും അപ്പം തന്നെ കൂടെ തന്നെ ഫില്ല് ചെയ്ത് പോകണമായിരിക്കും നല്ലത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2-3 ക്വസ്റ്റ്യനൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അതിനേക്കാളും റിസ്ക് ആണ് മറ്റേത് എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ പറയാനുള്ളത് OMR ഫില്ലിങ്ങിൽ തന്നെ നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെ ഇങ്ങനെ എപ്പോഴും ലാസ്റ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒപ്പരം ഫില്ല് ചെയ്യുകയാണെങ്കിലും ഓരോ ക്വസ്റ്റ്യന്റെ നേരെ തന്നെയാണോ നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. ഇങ്ങനെ നോക്കി നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇങ്ങനെ ആദ്യം തന്നെ ശീലിച്ച് തുടങ്ങിയാൽ മതി. നമ്മൾ അതിന് മാത്രം ടൈമൊന്നും അതിന് കളയുന്ന ഒരു സെറ്റപ്പ് അല്ല. ടൈം കളഞ്ഞാലും വലിയ കുഴപ്പമില്ല. നമ്മൾ OMR മാത്രമേ അവർക്ക് പോകുന്നുള്ളൂ NTAക്ക്. അപ്പോൾ OMR ഒരിക്കലും തെറ്റ് വരാതെ വെക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മൾ എത്രയും പഠിച്ചതൊന്നുമല്ല പോയി നോക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും ആ ക്വസ്റ്റ്യന്റെ നേരെ തന്നെയാണോ നമ്മൾ എന്തായാലും ഉറപ്പ് വരുത്തണം. പിന്നെ പറയുന്നത് സംശയമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സംശയമുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ സമയം ഇതിൽ കളയരുത്. നമ്മൾ അപ്പം തന്നെ വിട്ടിട്ട് ലാസ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലേക്ക് നമ്മൾ നീങ്ങണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ സംശയമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായാലും അറ്റൻഡ് ചെയ്യണം. 2 ഓപ്ഷനിലൊക്കെ ആണെങ്കിൽ എന്തായാലും അറ്റൻഡ് ചെയ്യണം. 4 ഓപ്ഷനിലാണെങ്കിൽ വരെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് പ്രോബബിലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലത്. കാരണം നമുക്ക് 4 എഴുതിയിട്ട് 1 ശരിയായാൽ തന്നെ കറക്റ്റ് കുത്തി റെഡി ആയാൽ പോലും നമുക്ക് ലാഭമാണ്, 1 മാർക്ക് ലാഭമാണ്. കൂട്ടിയൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാനൊന്നും അറ്റൻഡ് ചെയ്യാറില്ല. നമുക്കൊരു പേടിയാണ്. ആ ഒരു 4 ക്വസ്റ്റ്യനിലൊക്കെ ഡൗട്ടുള്ള അറ്റൻഡ് ചെയ്യാന്നുള്ള ഭയങ്കര ഒരു പേടിയാണ്. പക്ഷെ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് പോലും ഞാൻ +2 പഠിക്കുമ്പോൾ തീരെ ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ വെറുതെ പോയി നീറ്റ് എഴുതിയതാണ്. എന്നിട്ട് 102 മാർക്ക് ഉള്ളൂ. പക്ഷെ 102 മാർക്ക് ഞാൻ കറക്കി കുത്തിയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ എന്തായാലും കറക്കി കുത്താനുള്ള ഒരു ടെക്നിക്ക് നമുക്ക് അറിഞ്ഞിരിക്കണം.
പക്ഷേ നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ കറക്കി കുത്താനുള്ള ടെൻഡൻസി അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും. നമുക്കൊരു പേടി വരും, നമ്മൾ ഒരിക്കലും കറക്കി കുത്തി നെഗറ്റീവ് അടിക്കരുത് എന്നുള്ളൊരു ഭയം നമുക്ക് വരും. എന്നാൽ 2 ഓപ്ഷനൊക്കെ ആണെങ്കിൽ എന്തായാലും കുത്തണം ലാസ്റ്റ് ഒക്കെ ആണെങ്കിൽ പോലും. പക്ഷെ നമുക്ക് ഫസ്റ്റ് ഒക്കെ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ 2 ഓപ്ഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വിടുക, അപ്പം തന്നെ വിടുക. പിന്നെ ലാസ്റ്റ് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കി ഒന്നും പാടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് ഫുൾ ക്ലിയർ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ ടൈമില്ലെങ്കിൽ അപ്പം തന്നെ നമ്മൾ കുത്തി പോവുക. അത് നമ്മൾ കൂടുതൽ ആലോചിക്കാതെ നിൽക്കരുത്. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചാൽ നമ്മൾ കുറേ നെഗറ്റീവ് മാർക്ക് വെറുതെ ഉണ്ടാക്കി വെക്കും. കാരണം നമ്മൾ നീറ്റ് എക്സാം പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. നമ്മൾ മോഡൽ എക്സാം എഴുതുന്നത് പോലെ ഒന്നും അയക്കണമെന്നില്ല. നമ്മൾ ഭയങ്കര പ്രഷറിൽ നമ്മൾ നിൽക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ടെൻഷൻ അടിക്കരുത്. എന്ത് നല്ല അടിക്കും ഉറപ്പായിട്ടും. ഒരു പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മൾ മാക്സിമം കുറയ്ക്കണം ടെൻഷൻ കൊണ്ട് നമ്മൾ കുറേ എണ്ണം വെറുതെ തെറ്റിക്കും. നമ്മൾ ഇങ്ങനെ ടൈമില്ലാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കണ്ട് പോകും. അപ്പോൾ നമ്മൾ കുറേ എണ്ണം മിസ്റ്റേക്ക് ആയിട്ട് പറ്റിക്കും. അതൊന്നും ചെയ്യരുത് എന്നാണ്. നമ്മൾ സ്പീഡിൽ പോകണം ഓഫ്കോഴ്സ്, പക്ഷേ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് സ്പീഡിൽ പോകരുത്. നമ്മൾ കൂളായിട്ട് തന്നെ എപ്പോഴും നമ്മൾ നിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കണ ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഓപ്ഷൻസ് കറക്റ്റ് വായിക്കാം. ഓപ്ഷൻസ് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണുമ്പോൾ ഇത് ശരിയാണ് കാരണം നമ്മൾ ഇത് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കാര്യം നോക്കണം, അപ്പോൾ നമുക്ക് മനസ്സിലാവും 2 ഓപ്ഷൻ ഉണ്ട്, ഒരുപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു സ്പെല്ലിങ്ങിനോ അങ്ങനെ വലിയ ചെറിയൊരു വ്യത്യാസം. ഇങ്ങനെ സാർമാനെ പറഞ്ഞ റെനിന് 2 ടൈപ്പ് റെനിന് ഉണ്ട്. അതൊക്കെ ഇലിയം അതൊക്കെ 2 സ്പെല്ലിങ് 2 വ്യത്യാസം ഉണ്ട് എന്നൊക്കെ പറയും. നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ തന്നെ കുത്തിപ്പോയി ഉണ്ടാവും. പിന്നെ ഇങ്ങനെ നോക്കുക. അപ്പോൾ അന്ന് നമ്മൾ നല്ലപോലെ നോക്കിയിട്ട് മാത്രമേ നമ്മൾ കുത്താൻ പാടുള്ളൂ. അപ്പോൾ അപ്പം തന്നെ കുത്താണെങ്കിൽ ഇതാണെങ്കിൽ പോലും നല്ലപോലെ ശ്രദ്ധിച്ച് ആ ഒരു ഓപ്ഷൻ കറക്റ്റ് വായിച്ചിട്ട് മാത്രം നമ്മൾ ഓപ്ഷൻ മാർക്ക് ചെയ്യാം. പിന്നെ ലാസ്റ്റായിട്ട് പറയേണ്ടത് ഇതാണ്, മാറി കുത്തുന്ന സംഭവമാണ്. മാറി കുത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൽ മൈൻഡേ ചെയ്യരുത്. നമ്മൾ പിന്നെ അത് വിട്ട് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ മാത്രം നമ്മൾ മൂവ് ചെയ്യുക. അല്ലാതെ നമ്മൾ മാറി കുത്തിയോ പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിന്ന് മായ്ക്കാനോ ഒന്നും നിൽക്കരുത്. നമ്മളത് വിടുക. പിന്നെ രണ്ടാമത് ആ 2 ബബിളായിട്ട് മാർക്ക് ചെയ്യാൻ ഒന്നും നിൽക്കരുത്. നമ്മൾ പിന്നെ വിട്ടിട്ട് ബാക്കിയുള്ളത് മൊത്തം ചെയ്യുക. ബാക്കിയുള്ള മൊത്തം ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് തന്നെ മൊത്തം മാക്സിമം മാർക്ക് കിട്ടണം എന്നുള്ള രൂപത്തിൽ തന്നെ ചെയ്യണം. പിന്നെ അതിന് നമ്മൾ കൺസിഡർ ചെയ്യരുത്. എനിക്കൊക്കെ കുറേ എണ്ണം മാറി കുത്താറുണ്ട് എക്സാമിൻ്റെ ഇടയ്ക്ക്. നമുക്ക് മനസ്സിലാവും ചെയ്യും, എക്സാമിൻ്റെ ഇടയ്ക്ക് തന്നെ മനസ്സിലാവും. 5 എണ്ണം മാറി കുത്തി ചിലപ്പോൾ അങ്ങനെയൊക്കെ കയറാൻ മനസ്സിലാവാം. അങ്ങനെയാണെങ്കിൽ പോലും പാനിക് ആവരുത്. നമ്മൾ പിന്നെ ഫുൾ മാക്സിമം ചെയ്യണം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു വർഷം വഴി ചിലപ്പം ഡ്രോപ്പ് എടുക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊക്കെ ചിലപ്പോൾ എത്തും. നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടാതൊക്കെ ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ എത്തും. നമ്മൾ ചിലപ്പോൾ 5 എണ്ണം സ്കിപ്പ് ചെയ്താൽ പോലും കിട്ടേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ പാനിക്കായിട്ട് നമ്മൾ പിന്നെ ഒന്ന് കരയുക ഒന്നും ചെയ്യരുത്. നമ്മൾ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ നിൽക്കണം. ഫുൾ കോൺഫിഡൻ്റ് ആയി നിൽക്കണം എന്നുള്ളതാണ്. ഭയങ്കര പ്രഷറൈസ്ഡ് ആയിരിക്കും നമ്മൾ, ആ ഉറപ്പാണ്. പക്ഷേ നമ്മൾ എന്തായാലും അത് മൂവ് ചെയ്യണം നമ്മൾ. അല്ലാതെ നമ്മൾ ആ പ്രഷറൈസ്ഡ് ആയിട്ട് അയ്യോ നമ്മൾ തകർന്നു പോയി എന്ന് പറഞ്ഞ് ഒരിക്കലും നിൽക്കില്ല വേണ്ടത്. പിന്നെ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.